ഇടക്കമ്പലം പഞ്ചായത്തിലെ ദുർഭരണത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഇടക്കമ്പലം UDF കമ്മിറ്റി UDF കിഴക്കമ്പലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ LDF സർക്കാരിന്റെ ദുർഭരണത്തിനും ജനദ്രോഹ നയങ്ങൾക്കും സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിനുമെതിരെയും കഴിഞ്ഞ 10 വർഷമായി വികസന സ്വപ്നങ്ങൾ തകർത്തെറിഞ്ഞ കിഴക്കമ്പലം പഞ്ചായത്ത് ഭരണത്തിനുമെതിരെ രാപ്പകൽ സമരം നടത്തി. കിഴക്കമ്പലം ഇന്ദിരാഭവനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിൽ 100 കണക്കിന് UDF പ്രവർത്തകർ പങ്കെടുത്തു. പിണറായി സർക്കാരിന്റെ തെറ്റായ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കൊലപാതക രാഷ്ട്രീയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കഴിഞ്ഞ 9 വർഷക്കാലമായി കിഴക്കമ്പലം പഞ്ചായത്ത് ഭരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്ന 2020 ഭരണത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് കിഴക്കമ്പലം UDF കമ്മിറ്റി സംഘടിപ്പിക്കുന്ന രാപ്പകൽ സമരം ഏതാനും നിമിഷങ്ങൾക്കകം കിഴക്കമ്പലം രാപ്പകൽ സമരം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനത്ത് പ്ലാനിംഗ് ബോർഡുണ്ട്. നമ്മുടെ നികുതി വരുമാനവും കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള പദ്ധതി വിഹിതവും എല്ലാം ഉൾപ്പെടുത്തി വിവിധ മേഖലകളാക്കി നമ്മൾ അതിനെ തിരിക്കും. കാർഷിക മേഖലകൾ, പിന്നോക്ക വിഭാഗങ്ങളുടെ മേഖല, വ്യാവസായികമായി പുരോഗമനം ഉണ്ടാകേണ്ട മേഖല, നഗര മേഖലകളിൽ, അർബൻ മേഖലകളിൽ നിരവധിയായിട്ടുള്ള മേഖലകളാക്കി തിരിച്ച് ഓരോ മേഖലകളുടെയും പ്രയോറിറ്റികൾ അനുസരിച്ച് ഈ പദ്ധതി വിഹിതത്തെ വീതിച്ചെടുത്ത് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയായിരുന്നു. ഇന്ന് 10 വർഷക്കാലത്തെ പിണറായി വിജയന്റെ ഭരണത്തിന് കീഴിൽ പ്ലാനിംഗ് ബോർഡുകളുടെ പ്രവർത്തനങ്ങളെല്ലാം നിലച്ച് ഇന്ന് സർക്കാർ പ്രയോറിറ്റികൾ മാറ്റിവെച്ച് സർക്കാർ ചെയ്യുന്നത് പ്രോജക്റ്റുകളാക്കി ഓരോ പ്രോജക്റ്റുകളെയും മാറ്റുകയാണ്. സർക്കാരിൻ്റെ ഫണ്ട് സ്വാഭാവികമായും പ്രോജക്റ്റുകളാകുമ്പോൾ അതിനകത്ത് ഈ മാനദണ്ഡങ്ങളൊന്നും പാലിക്കപ്പെടില്ല. ഓരോ പദ്ധതികളാണ്, ഓരോ പ്രോജക്റ്റുകളാണ്. ആ പ്രോജക്റ്റുകൾ ഉണ്ടാക്കുമ്പോൾ സർക്കാരിൻ്റെ പ്ലാനിംഗ് ബോർഡിൻ്റെ പദ്ധതികളോ അല്ലെങ്കിൽ പ്ലാനിംഗ് ബോർഡ് നടപ്പിലാക്കുന്ന ഓരോ വിഭാഗങ്ങൾക്കുള്ള ഭരണഘടന അനുസൃതമായി അവർക്കുള്ള സംരക്ഷണമോ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളോ യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് ഷിബു മീരാൻ, KPCC സെക്രട്ടറി IK രാജു തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തി. UDF ചെയർമാൻ ഏലിയാസ് കാരിപ്ര അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ MP രാജൻ, PH അബ്ദുൾ ജബ്ബാർ, ഹനീഫ കുഴുപ്പള്ളി, റഷീദ് കാച്ചാങ്കുഴി, ചാക്കോ പി മാണി, ബാബു സെയ്താലി, മക്കാർ തച്ചയിൽ, പരീത് വലിയ പറമ്പിൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് CNews കേരള.